ഇന്ന് രാവിലെ ഉറക്കെഴുന്നേറ്റ് വന്നപ്പോൾ മുതൽ ഞാൻ കാണുന്ന കാഴ്ച ഇത് ഇങ്ങനെയാണ്. ഈ കുട്ടി രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നേ. എന്റെ അമ്മയൊക്കെ ഇത് കാണാത്ത ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ പറഞ്ഞേ കണ്ടു. എനിക്കാണെങ്കിൽ അങ്ങനെയുള്ള നല്ല ശീലങ്ങളും അടുത്തേ കൂടെ പോകാത്തോണ്ടേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എന്നെ അമ്പരപ്പിക്കും. അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥകളിലെ 2 മെയിൻ കഥാപാത്രങ്ങളും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. ഒന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊച്ചും ഒന്നി ഞൊണ്ടിക്കൊണ്ട് വന്ന കൊച്ചും. ഏതോ അലമാരന്റെ കാലിന് പകരം സ്വന്തം കാല് പ്രതിഷ്ഠിച്ചു വെക്കാൻ നോക്കിയതാന്ന് തോന്നുന്നു. സ്വന്തം കാല് തീരുമാനം നോക്കിയേ. എന്റെ മൊത്തം മ്ലാനഭാവല്ലേ? അതിന് കാരണമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പെറ്റി കിടക്കുന്ന ഞാൻ വാട്സാപ്പിൽ അപ്ഡേറ്റ്സ് അറിയാൻ വൈകിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഫെയർവെൽ പാർട്ടിയും ഒരു ബ്രൈഡൽ ഷവറാണ് നടക്കാൻ പോകുന്നതെന്നും എല്ലാവരും വൈറ്റ് ഡ്രസ് ഇടണമെന്നുള്ള അപ്ഡേറ്റ്സ് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടില്ല. ഇനി കണ്ടാലും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വരാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കി സ്നേഹസമ്പന്നയായ ടെൽസിമുള്ള എനിക്കൊരു വൈറ്റ് ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നെങ്കിലും അത് ഇടാനുള്ള സമയവും സന്ദർഭവും എനിക്കില്ല. കാരണം 2 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ തുടങ്ങുമ്പോഴേ 4 മണിയായിരുന്നു. പിന്നെ ഈ ആംഗ്യഭാഷ കാണിക്കുന്ന ആശ്രമമുള്ള കാരണമാണ് അരമണിക്കൂർ വൈകിയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് ആയി. കാരണം ഈ കുട്ടിക്ക് മാത്രമേ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളൂ. മിട്ടിക്കാണ്. എന്തായാലും ബാക്കിയുള്ള സാധ്യതകൾ എത്തുമെന്ന് പറയുന്ന സമയത്തിന്റെ 1.5 മണിക്കൂർ മുന്നേ ഞങ്ങൾ അവിടെ എത്തിയോണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു അവിടെ എക്സ്പ്ലോർ ചെയ്യാനും ചുമ്മാ ഞങ്ങൾ പഴാക്കില്ലെന്ന് മാത്രമല്ല എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് വെച്ചാൽ കൂട്ടത്തിൽ തലമൂത്ത ആളുടെ വീട്ടിലായിരുന്നേ ചേച്ചിയാകുമ്പോൾ നല്ല ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാ പരിപാടിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഫുഡാണല്ലോ. ഇന്നത്തെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ടിൽസിക്കും ജിൻസിക്കും വേണ്ടിയിട്ടായിരുന്നേ. കാരണം ടിൽസി UK ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പോവാണ്. അതുപോലെ ജിൻസി അവളെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു ത്രൂ മാരേജ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞ് ആദ്യം ഭക്ഷണം കഴിച്ച് ഞാൻ നേരത്തെ ഇവിടെ നിന്ന്. കാരണം എനിക്കും കണ്ടിട്ടും കുറച്ച് ദിവസത്തേക്ക് ഒന്നിച്ചൊരു ഓഫ് ഇട്ടുകൊണ്ട് ഞങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ യാത്ര എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിലേക്കാണ്. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ.